രാത്രി ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടിക്കറ്റ് ഫിനാലയുടെ രണ്ടാമത്തെ ഒരു ടാസ്ക് ആയിരുന്നു ഇന്നലെ. അത് വെളുപ്പിനെയാണ് അത് അവസാനിച്ചത്. ഒരു 6 മണിക്കൂറോളം അതേ കണക്ക് നിന്നത് സാബുമാനും അതുപോലെ ആര്യനുമാണ്. പക്ഷേ ഒരു വലിയ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഒരു ഡിസ്കഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് എഗെയിൻ കാണേണ്ടി വന്നു. ഞാൻ ലാലേട്ടൻ വന്ന ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് എഗെയിൻ ഇന്നലെ രാത്രി ഇരുന്ന് കണ്ടു. കാരണമുണ്ട്, എന്തെങ്കിലും ഒരു ഫേവറേറ്റിസം ഈ പറയുന്ന അക്ബറിനോടോ ആര്യനോടോ ഉണ്ടോ എന്ന് എനിക്ക് വീണ്ടും നോക്കേണ്ടി വന്നു. ഞാൻ അക്ബറിനെ കുറച്ചൊന്ന് മാറ്റി നിർത്തുകയാണ്. അക്ബറിനോട് ഫേവറേറ്റിസം ഉണ്ട് എന്ന് സ്ട്രോങ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ലെന്നല്ല, തോന്നി 50% അക്ബറിന് ഫേവറേറ്റ് ആയിട്ട് പെരുമാറുന്നതായിട്ട് ഫീൽ ചെയ്തത്. ഒന്നാമത്തെ കാര്യം, ഷാനവാസും അനുമോളും ഒക്കെ ഇടയ്ക്ക് കയറി സംസാരിച്ചപ്പോൾ ലാലേട്ടൻ ബിഹേവ് ചെയ്ത രീതി. പക്ഷേ അക്ബറിനോട് മാത്രമായിരുന്നില്ല, നെവിനോടും ലാലേട്ടൻ അങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. സോ അപ്പൊ പിന്നെ നെവിനെയും ഫേവറേറ്റ് ആയിട്ട് കാണുന്നു എന്ന് പറയേണ്ടി വരില്ലേ, അങ്ങനെ ചിലപ്പോൾ കാണുന്നുണ്ടെങ്കിലോ എന്നുള്ളൊരു തോട്ടിലേക്ക് വരും. പിന്നെ അക്ബറിന്റെ അടുത്ത് തുടക്ക സമയത്ത് പെരുമാറിയ രീതി എനിക്ക് ഓർമ്മയുണ്ട്. നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ അന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ ഒരു മൂലയ്ക്ക് ഒരു ബീൻ ബാഗിൽ മാത്രമായിട്ട് അക്ബറിന്റെ ലൈഫ്, അതല്ലെങ്കിൽ ബിഗ് ബോസിലെ ദിവസങ്ങൾ ഒതുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അങ്ങോട്ട് ആരെയും പ്രൊവോക്ക് ചെയ്യാനൊന്നും അക്ബർ പോയിട്ടില്ല. അക്ബർ ടാസ്കിൽ മത്സരിക്കുന്നു, ടാസ്ക് വരുമ്പോഴത്തേക്കും ആക്റ്റീവ് ആകുന്നു, ടാസ്കിൽ മാത്രമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് പോലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നീ പോടാ എന്നൊക്കെ പറയാൻ വേണ്ടി മാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്ര ആക്റ്റീവാണ് അക്ബർ എന്നെനിക്ക് തോന്നിയിട്ടില്ല. ടാസ്കിൽ നല്ല ആക്റ്റീവാണ്. എന്നാൽ ഇന്നലത്തെ ദിവസം ഏറ്റവും കൂടുതൽ എൻ്റെ തോട്ട് പോയത് ആര്യനോട് ഇത്ര സപ്പോർട്ടോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഒരു കോയിൻ മിസ്സാണ് എന്നുള്ളത്, അത് ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ തയ്യാറാണോ എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ആ കോയിനെ കുറിച്ച് പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വീണ്ടും പോയത്. ആ കോയിൻ ശരിക്കും പറഞ്ഞാൽ ആര്യൻ പോക്കറ്റിൽ നിന്നെടുത്ത് സോഫയുടെ കീഴിലേക്ക് മാറ്റുന്നതായിട്ട് വീഡിയോ ക്ലിപ്സുകൾ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസ് കാണണ്ടേ? അത് ബിഗ് ബോസ് മനഃപൂർവ്വമായിട്ട് അത് ഒളിപ്പിക്കുന്നതാണോ? അതും ഇനി അടുത്ത ആഴ്ച പറയാൻ വേണ്ടി വെച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച ആര്യനുണ്ട് എന്നുള്ളൊരു ഉറപ്പിലേക്ക് വീണ്ടും ആര്യനെ അവിടെ നിലനിർത്തും എന്നൊരു തോന്നലിലേക്ക് എനിക്ക് തോന്നി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്നലെ സാബുമാൻ ജയിക്കേണ്ടതല്ലേ? ഇന്നലെ നെവിൻ പലതവണയായിട്ട് അനുമോൾ അങ്ങനെ കൈ മാറ്റി നിർത്തുന്നു, സൈഡിലോട്ട് ചരിഞ്ഞു നിൽക്കുന്നു. എപ്പിസോഡിൽ ബിഗ് ബോസ് എടുത്തു പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ എങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു വട്ടം നിന്ന പൊസിഷൻ മാറ്റാൻ പാടില്ല, കാലിന്റെയോ കൈയുടെയോ ഒന്നും പൊസിഷൻ മാറ്റാൻ പാടില്ല. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണമെന്നൊക്കെ ബിഗ് ബോസ് ലൈവിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു. ഓക്കെ, പക്ഷെ എപ്പിസോഡ് മാത്രം കണ്ടൊരാൾക്ക് ഒരിക്കലും അത് മനസ്സിലാകില്ല. എന്നാൽ ഇന്നലെ ഏറ്റവും കൂടുതൽ അത്തരത്തിലൊക്കെ ഇപ്പം നെവിൻ അനുമോളോട് അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുന്നൊക്കെ കിടന്ന് പറയുന്ന സമയത്ത് പോലും ആര്യൻ അങ്ങനെ അല്ലായിരുന്നു നിന്നത്. അപ്പോൾ അവിടെ അത് കൺസിഡർ ചെയ്തിട്ടില്ല. പിന്നെ ഇന്നലത്തെ അവസാനത്തെ മൊമെന്റിൽ എന്തിനാണ് ശരിക്കും പറഞ്ഞ സാബുമാനോട് ഔട്ടായി എന്ന് പറഞ്ഞു വിട്ടത് എന്ന് എനിക്ക് മനസ്സിലല്ല. ഉറങ്ങിപ്പോയത് കൊണ്ടാണോ? ആ ഒരു മൊമെന്റിൽ സത്യത്തിൽ ലൈവിൽ എന്താണെന്നുള്ളത് ഞാനും കണ്ടില്ല, അതെനിക്ക് മിസ്സായിപ്പോയി. ആ ഒരു മൊമെന്റിൽ ലൈവ് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്താൽ എനിക്ക് വലിയ ഉപകാരമാവും. പിന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ പറയുന്ന ആര്യൻ പലപ്പോഴും കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. അനുമോള് മൈക്ക് എടുത്തുകൊണ്ട് വന്ന സമയത്ത് ആര്യൻ മുൻകൂട്ടി കൈ മാറ്റി നിന്നിട്ടുണ്ട്. അത് എപ്പിസോഡിലും കാണിച്ചതാണ്. എപ്പിസോഡിൽ അത് കാണിച്ചിട്ട് പിന്നെ ഇതിനൊരു കോൺട്രവേഴ്സി മനഃപൂർവ്വം ബിഗ് ബോസ് ഉണ്ടാക്കുന്നതാണോ? ഇങ്ങനൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കി ഇത്രയും വലിയൊരു ഡിസ്കഷൻ ഉണ്ടാക്കുമ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഉൾപ്പെടെ ബിഗ് ബോസിനൊരു പ്രൊമോഷൻ ആണോ എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ എൻ്റെ തോട്ടിലേക്ക് വന്നു. സോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സാബുമാൻ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. സാബുമാനാണ് ഡിസേർവ് ചെയ്തത്, ആര്യനല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ബിഗ് ബോസ് ലാലേട്ടനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. കാരണം ലാലേട്ടൻ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ബിഗ് ബോസിന്റെ ഡയറക്ടർ ഈ ഒരു ഷോ ഒരാൾ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പ് പദ്ധതി എന്ന് പറഞ്ഞൊന്നും വലിച്ചു ഇഴയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അങ്ങനെ ഒരു കപ്പ് പദ്ധതി എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരാളും ജയിച്ചിട്ടേ ഇല്ല.
ഈ സീസണിൽ അനുമോൾ തന്നെ ജയിക്കുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം വോട്ട് അടിസ്ഥാനത്തിൽ അനുമോൾ തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അനുമോൾ തന്നെയല്ലേ ജയിക്കുക എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ലെവലിലേക്ക് ഒന്ന് ട്രിഗർ ചെയ്യിപ്പിക്കാൻ, പിന്നെ ലാസ്റ്റ് എപ്പിസോഡിൽ അനുമോളെ ഊക്കുന്നതൊക്കെ കുറച്ച് ഓവറാണെന്ന് ചോദിച്ചാൽ അനുമോളുടെ റെസ്പോൺസും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ലാലേട്ടൻ ചോദിക്കുമ്പം അത് ലാലേട്ടാ ഇത് കഴിഞ്ഞ ആഴ്ച കുറച്ച് ഓവറായിരുന്നു. അപ്പൊ പിന്നെ ലാലേട്ടൻ എന്നല്ല, ഇപ്പൊ ലക്ഷ്മിയുടെ അടുത്തൊക്കെ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ലാലേട്ടാ എനിക്കിത് പറ്റത്തില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു, ഇല്ല എനിക്ക് താല്പര്യമില്ല, മതി. ഇത് പക്ഷെ അനുമോൾ അങ്ങനെയല്ല. അനുമോൾ ആ ഒരു കുറ്റം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അന്നേരം തോന്നിയ അത് അങ്ങനെ പറഞ്ഞതാ, ഇത് അനുമോളുടെ ഒരു തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ സെൽഫായിട്ട് തന്നെ ദേഷ്യപ്പെട്ട് അനുമോളോട് എന്തെങ്കിലുമൊക്കെ പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു സിറ്റുവേഷനിൽ അനുമോളുടെ പെരുമാറ്റത്തിനനുസരിച്ച് പുള്ളിക്കാരൻ ബിഹേവ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരെ മറിച്ച് വേറൊരാളുടെ അടുത്ത് ഇപ്പം ഈവൻ ഷാനവാസിനും കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഷാനവാസിന്റെ അടുത്തും ഒരു കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് ഷാനവാസ് ആണെങ്കിൽ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഷാനവാസ് ഒരു കാര്യം ഇപ്പോൾ അനീഷ് സംസാരിക്കുമ്പോഴാണെങ്കിലും ഷാനവാസ് ആ അനീഷിന് അവിടെ സ്പേസ് കൊടുക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ലാലേട്ടൻ കയ്യെന്നിട്ട് ഷാനവാസിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ കൊട്ടി പറയുന്നത് പോലെയും ദേഷ്യപ്പെടുന്നത് പോലെയും എനിക്കും തോന്നിയിരുന്നു. കഴിഞ്ഞ ആഴ്ച അനുമോളും ഇതുപോലെ ഒരു സിറ്റുവേഷനിലാണ് ഫേസ് ചെയ്യേണ്ടി വന്നത്. പക്ഷെ എങ്കിലും വലിയ സീരിയസ് ആയിട്ടൊന്നും ആയിരുന്നില്ല ആ ചോദ്യങ്ങൾ ചോദിച്ചത്. കുറച്ചൊക്കെ തമാശ കലർത്തി തന്നെയാണ് പെരുമാറിയത്. എങ്കിലും ഈ ആഴ്ച തുടങ്ങുമ്പോൾ അനുമോൾ അതൊക്കെ വിട്ടിട്ട് അനുമോളുടെ ഗെയിമിലേക്ക് പോകുന്നുണ്ട്. ബാക്കി ആർക്കും കഴിഞ്ഞ ആഴ്ച വലിയ ശകാരങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല. ഏതായാലും ശരി, ആര്യൻ സാബുമാൻ ഇവരുടെ ആ ഒരു ഗെയിമിന്റെ അവസാനം വന്ന് നിൽക്കുന്നത് ബിഗ് ബോസിന് ഫേവറേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർക്കും അല്ല നിലനിൽക്കുന്നത്, ബിഗ് ബോസ് എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഔട്ടായി പോകുന്നുണ്ട് എന്ന് ഒരു എവിക്ഷൻ നോമിനേഷന്റെ ടൈമിൽ ബിഗ് ബോസ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെ നിർത്തണമെന്ന് ബിഗ് ബോസും ഇതിനകത്ത് ഗെയിം കളിക്കുന്നുണ്ടോ? ബിഗ് ബോസിന്റെ കളി അത് കുറച്ച് വിസിബിൾ ആകുന്നുണ്ട്, എവിഡന്റ് ആകുന്നുണ്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഏതായാലും ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിപ്പോൾ എവിടെയാ എന്ന് തോന്നേണ്ട അവസ്ഥയിലേക്ക് വന്നു. ബിഗ് ബോസ് അങ്ങനെ ഒരു പാർഷ്യാലിറ്റി കാണിക്കരുത് എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിപ്പോൾ അക്ബർ ആയിക്കോട്ടെ, നെവിൻ ആയിക്കോട്ടെ, ആര്യൻ ആയിക്കോട്ടെ, അനുമോൾ ആയിക്കോട്ടെ, ഇവർ ഇത്രയും പേരുമാണ് ഇപ്പൊ ഏറ്റവും കൂടുതലും ഒരു പോയിന്റിലേക്ക് വന്നിരിക്കുന്നത്. അനീഷ് അടിപൊളിയായിരുന്നു, പക്ഷെ അനീഷ് ബിഗ് ബോസ് ഹൗസിലുള്ളവരെ വെറുപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വെറുപ്പിച്ച് ഒരു പരിധി കഴിഞ്ഞു. അനീഷ് കുറച്ചും കൂടെ ഒന്ന് കൺട്രോൾഡ് ആകാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ഓവറായിട്ട് വെറുപ്പിക്കൽ മാത്രം ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നി. ബാക്കിയുള്ളവരൊക്കെ നോർമൽ പ്ലെയേഴ്സ് ആണ്, പക്ഷേ ആദില നന്നായിട്ട് തന്നെ ഗെയിം കളിക്കുന്നുണ്ട്. ആദില കണ്ണിങ് ആണ്. പിന്നെ ഷാനവാസും ആദിലയും കൂടെ ഒന്നിച്ച് കണ്ണിങ് ആയിട്ട് കളിച്ചത് കൊണ്ടാണ് നോമിനേഷനിൽ ഉൾപ്പെടാതെ പോയത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഡിസേർവിംഗ് ആയിട്ടുള്ളവർ തന്നെയാണ് ഇപ്പൊ ഈ ടോപ്പ് 9 വന്നിരിക്കുന്നത്. സാബുമാൻ ഉൾപ്പെടെ, സാബുമാനെ നന്നായിട്ട് തന്നെ ടാസ്ക് കളിക്കുന്നുണ്ട്. അതുപോലെ നെവിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അനുമോളെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞ് അനുമോളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ട്. അവരൊന്നും ചെയ്യുന്നില്ല, വെറും 5 സ്റ്റാർ ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നൂറയാണ് അങ്ങനെ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഗെയിമൊന്നും ഇല്ലാതെ കുറച്ച് ഒരു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ഏതായാലും ഈ പറയുന്ന 9 പേരിൽ 5 പേര് ഡിസേർവ് ചെയ്യുന്ന 5 പേര് തന്നെ വരട്ടെ എന്ന് നമുക്ക് പറയാം. പക്ഷെ ടോപ്പ് 1 എത്തുന്നത് ബിഗ് ബോസിന് ഫേവറേറ്റ് ഒരാളെ ബിഗ് ബോസ് മനഃപൂർവ്വം എടുത്തു വെക്കുന്ന കണക്ക് ആകാതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. സ്ട്രോങ് ആയിട്ട് ഇതിങ്ങനെയാണ് ഇതങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബട്ട് നമുക്കും അങ്ങനെ തോന്നുന്നു എന്ന് മാത്രം നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായം പറയാം. ഓക്കെ, സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.